കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വൻ ഇടിവിന് ശേഷം ഓഹരി വിപണി കരകയറുന്നു. NDAയുടെ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായതോടെയാണ് ഓഹരി വിപണി ഉയർന്നത്. സെൻസെക്സ് 500-ഉം നിഫ്റ്റി 150 പോയിന്റുമാണ് ഉയർന്നത്. പ്രകൃതിയാണ് ജീവൻ, പ്രകൃതിയിലാണ് ജീവൻ എന്ന സന്ദേശവുമായി തിരുവനന്തപുരം ഞെക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ തലമുറയ്ക്ക് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂർ കോടുകുളത്തി JM ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി ക്വിസ് മത്സരം, പോസ്റ്റർ രചന തുടങ്ങിയവ നടന്നു. മുൻ PSC അംഗവും സ്കൂൾ ഗവേണിംഗ് അംഗവുമായ തോമസ് ഫിലിപ്പ് വൃക്ഷത്തൈ നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ സിബി വർഗീസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ലോക പരിസ്ഥിതി ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലും വൃക്ഷത്തൈ നട്ട് ആചരിച്ചു. കൃഷിമന്ത്രി P. പ്രസാദ്, വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്, ക്ലിഫ് ഹൗസ് ജീവനക്കാർ, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരം ബാലരാമപുരത്ത് മന്ത്രി VN വാസവൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ബാലരാമപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ വൃക്ഷത്തൈ നടീലും വിതരണവും നടന്നു. സഹകരണ വകുപ്പിന്റെ ഹരിതം സഹകരണം പദ്ധതിയുടെ ഭാഗമായി നെറ്റ് സീറോ എമിഷൻ പദ്ധതി എന്ന പേരിൽ 1,00,000 മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിയും ബാങ്ക് നടപ്പാക്കുന്നുണ്ട്. ആലപ്പുഴ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. തിരുവല്ല ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ G. മുരളീധരൻ പിള്ള വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെ അപൂർവ സസ്യങ്ങളും ഫലവൃക്ഷത്തൈകളും ക്ഷേത്രസന്നിധിയിൽ നട്ടുപിടിപ്പിച്ചു. തൃശൂർ മണലൂർ പഞ്ചായത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ വാടാനപ്പള്ളിയിൽ ബസ് സ്റ്റോപ്പിലേക്ക് കാറിടിച്ചു കയറി 4 പേർക്കു പരിക്ക്. ഇന്ന് ഉച്ചയോടെയാണ് അപകടം. റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോയിലിടിച്ച് കാർ സമീപത്തെ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ ഏങ്ങണ്ടിയൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വാമനപുരം നദിയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് കരിമൺകോട് സ്വദേശി മുഹമ്മദ്. ഒഴുക്കിൽപ്പെട്ട മുഹമ്മദിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി. അഗ്നിശമന സേന നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നട്ട് നരേന്ദ്രമോദി. അമ്മയ്ക്കായി ഒരു മരം എന്ന ക്യാമ്പയിൻ മോദി തുടക്കം കുറിച്ചു. ജനങ്ങളോട് വൃക്ഷത്തൈകൾ നടാനും മോദി ആഹ്വാനം ചെയ്തു. അമ്മയുടെ പേരിൽ വൃക്ഷത്തൈകൾ നട്ട് അവരെ ആദരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി ലാജ്പത് നഗറിൽ വൻ തീപിടുത്തം. ലാജ്പത് നഗറിലെ കണ്ണാശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. 16ഓളം അഗ്നിരക്ഷാ യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. തീപിടുത്തത്തിൽ ആളപായമില്ല. സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല വിജയത്തിൽ തൃശൂർ മണലൂർ പഞ്ചായത്തിൽ മധുരം വിതരണം ചെയ്തു. പഞ്ചായത്തിലെ BJP മെമ്പർമാരാണ് മുഴുവൻ ജീവനക്കാർക്കും മധുരം വിതരണം ചെയ്തത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന റാലി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ജില്ലാ പോലീസ് ആസ്ഥാനത്തും സബ് ഡിവിഷൻ തലത്തിലും എല്ലാ പോലീസ് യൂണിറ്റുകളിലും ഫലവൃക്ഷത്തൈകൾ നട്ടു. ആലപ്പുഴയിലെ പക്ഷിപ്പനിബാധയിൽ വംശനാശം സംഭവിച്ച് സ്നോ വൈറ്റ് താറാവിനങ്ങളിൽ അപൂർവമാണ് സ്നോ വൈറ്റ്. നിരണത്തെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതായിരുന്നു സ്നോ വൈറ്റ് താറാവിനങ്ങളെ. സ്ഥാപനത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനാൽ കേന്ദ്രത്തിലുള്ള എല്ലാ താറാവുകളെയും കൊന്നൊടുക്കി. തിരുവനന്തപുരം കൊല്ലംകാവിൽ റോഡിലെ കുഴികൾ വാഹനയാത്രികർക്കും വഴിയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി യാത്രക്കാർ റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും തുടർക്കഥയാണ്. ഉത്തരവാദിത്വം കരാർ കമ്പനിക്കാണെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വാദം. നിരവധി പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപമുയരുന്നു. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് മാരക മയക്കുമരുന്നായ MDMA-യുമായി പഴയങ്ങാടി നെരുവമ്പ്രം സ്വദേശികൾ പിടിയിലായത് MP ഷംസീർ, AT ജസീൽ, KV അജ്മൽ എന്നിവർ. ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്.
കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് മാരക മയക്കുമരുന്നായ MDMA-യുമായി പഴയങ്ങാടി നെരുവമ്പ്രം സ്വദേശികൾ പിടിയിലായത് MP ഷംസീർ, AT ജസീൽ, KV അജ്മൽ എന്നിവർ. ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. കോഴിക്കോട് കൂടത്തായി കൂട്ടക്കൊലയിൽ റോയ് തോമസ് വധക്കേസിലെ സാക്ഷി വിസ്താരം ജൂലൈ 1 പുനരാരംഭിക്കും. ഒന്നാം പ്രതിയുടെ അഭിഭാഷകൻ BA ആളൂരിന്റെ അസൗകര്യാർത്ഥം മാറ്റിവെച്ച സാക്ഷികളുടെ എതിർവിസ്താരമാണ് പുനരാരംഭിക്കുക. ജോളിയുടെ സഹോദരന്മാർ, അയൽവാസികൾ, ഫാദർ ജോസഫ് എടപ്പാടി തുടങ്ങിയ സാക്ഷികൾക്ക് സമൻസ് അയക്കാൻ മാറാട് പ്രത്യേക സെഷൻസ് കോടതി ജഡ്ജി ഉത്തരവായി. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിച്ചു. കുറ്റിക്കാട്ടൂർ വർണ്ണന പ്രസ് ഉടമ TT പ്രവീണാണ് മരിച്ചത്. വീട്ടിലേക്ക് പോകവേ ചൊവ്വാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം നേമത്ത് ശശി തരൂരിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ബൈക്ക് റാലിക്കിടെയുണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പരാതിയിൽ ഇരുകൂട്ടർക്കുമെതിരെ കേസെടുത്തു പോലീസ്. അമ്പലപ്പുഴയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയ 20കാരൻ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. അമ്പലപ്പുഴ സ്വദേശി സൽമാനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വണ്ടാനം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാവുന്നു. നാട്ടുകാർ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആക്ഷേപം. അരിമ്പൂർ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ജലം പാഴാകുന്നത് സ്ഥിരം കാഴ്ചയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. കോഴിക്കോട് ബഹ്റിൻ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ ക്യാബിൻ ക്രൂവിനോട് അപമര്യാദയായി പെരുമാറിയ മലയാളിയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് അബ്ദുൾ മുസാബിൻ നെടുക്കണ്ടി. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ഉടൻ ഇയാൾ ക്യാബിൻ ക്രൂവിനെ കയ്യേറ്റം ചെയ്തതെന്നാണ് പരാതി. വിമാനം അടിയന്തരമായി മുംബൈയിലിറക്കിയാണ് അബ്ദുൾ മുസാബിനെ പോലീസിന് കൈമാറിയത്. ഗാസ ബുറൈജി ക്യാമ്പിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. വ്യോമാക്രമണത്തിലും ഷെല്ലാക്രമണത്തിലും 15 പേർ കൊല്ലപ്പെട്ടു. മധ്യതെക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നു. ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റു.